ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ കാർഡിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഡിസ്പ്ലേ കാർഡ് മേക്ക് ചെയ്യുന്നതെന്നും അതുപോലെ കുറഞ്ഞ ചിലവിൽ എങ്ങനെയാണ് ഡിസ്പ്ലേ കാർഡ് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുക എന്നുള്ളതുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ ഡിസ്പ്ലേ കാർഡ് ചെയ്യിച്ചത് സ്റ്റുഡിയോയിൽ നിന്നാണ്. നമുക്ക് സ്റ്റുഡിയോയിൽ നിന്ന് ചെയ്യിക്കാം, അതുപോലെ പ്രിൻ്റ് ചെയ്യുന്ന ഷോപ്പിൽ നിന്ന് നമുക്ക് ഈ ഡിസ്പ്ലേ കാർഡ് ചെയ്യിക്കാം. ഇനി ഇതിൻ്റെ ചെയ്യുന്നതിൻ്റെ രീതികളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അവരോട് ചെയ്യാനായിട്ടാണ് പറയുന്നതെങ്കിൽ, അതായത് ഇതിൽ കാണുന്ന പോലെ ഫോട്ടോസും അതിൻ്റെ ഡിസൈനും നിങ്ങൾ അവരോട് ചെയ്തു തരാൻ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എക്സ്ട്രാ ഉള്ള ചാർജ് നമ്മൾ എന്തായാലും കൊടുക്കണം. അപ്പം നമുക്ക് ഫോണിൽ നിന്ന് തന്നെ പിക്സാർട്ട് പോലുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ചാർജ് കൊടുക്കണ്ട. നമ്മൾ ഈ ഷീറ്റിൻ്റെയും അവർ പ്രിൻ്റ് ചെയ്ത് തരുന്നതിൻ്റെയും മാത്രം ചാർജ് കൊടുത്താൽ മതി. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിട്ട് അവരെ കൊണ്ട് പ്രിൻ്റ് ചെയ്യിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമുക്ക് അത്രയും പൈസ നമുക്ക് ലാഭമായിട്ട് കിട്ടുമല്ലോ. പിന്നെ ചെറുത് നമ്മൾ ഹെയർ ബാൻഡ് അറ്റാച്ച് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നതിൽ കൊടുക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ വലുത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെയർ ബാൻഡും അതുപോലെ ഹെയർ ക്ലിപ്പിൻ്റെ ഒക്കെ ഫോട്ടോസ് നമുക്ക് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് വെക്കുന്നതിനാണ് നമ്മൾ ഈ വലുത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലുമായിട്ട് ഇതിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ വീഡിയോ ഇപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇനി പെട്ടെന്നൊരു ഡിസ്പ്ലേ കാർഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഒരു 10 രൂപയ്ക്ക് ഇതുപോലൊരു കേക്ക് ബോക്സ് എന്തായാലും വാങ്ങാനായിട്ട് കിട്ടും. അതുപോലൊരു കേക്ക് ബോക്സ് നിങ്ങൾ വാങ്ങിക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു പോർഷനൊന്നും നിങ്ങൾ യൂസ് ചെയ്യണ്ട. അതിൻ്റെ നടുവിൽ വരുന്ന പോർഷൻ അത് കുറേ ഉണ്ടാവും, നിങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ നമ്മൾ മടക്കുന്ന ഫോൾഡ് ചെയ്യുന്ന ഭാഗം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാണ്ടുള്ളൂ. ബാക്കിയുള്ള പോർഷൻസിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കണ്ടോ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ ഹെയർ ക്ലിപ്പൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഞാനിവിടെ ക്രാഫ്റ്റിൽ പേപ്പറൊക്കെ കട്ട് ചെയ്യുന്ന ഒരു നൈഫ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ അതിൻ്റെ സെൻറ്ററിലൊരു കട്ടിങ് കൊടുക്കാം. അതിനുശേഷം ഇതൊരു ഹെയർ ക്ലിപ്പാണ്. ഇനി ഇതിൻ്റെ ഹോളിലേക്ക് ഇതുപോലെ നമ്മൾ അലിഗേറ്റർ ക്ലിപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ അത് കയറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ കിട്ടും. അതുപോലെ തന്നെ താഴെ ഒരെണ്ണം കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാനായിട്ട് തൽക്കാലം ഉപയോഗിക്കാം. തൽക്കാലം നിങ്ങൾ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ട് നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതുകൂടാതെ എല്ലാവരും ബിഗിനേഴ്സ് കിറ്റിൻ്റെത് ചോദിക്കുന്നുണ്ട്. കിറ്റ് വന്നാൽ ഉടനെ തന്നെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്തൊക്കെയാണ് നമ്മുടെ കിറ്റിൽ വരുന്നതെന്നും അതിൻ്റെ വിലയും ഡീറ്റെയിലും ഒക്കെ. കുറച്ച് ദിവസം കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.